അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്ന് ഞാൻ ചേമ്പിലായിട്ട് വന്ന എന്താണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കില്ലേ. അപ്പോൾ എന്നും നമ്മൾ ചിക്കനും മട്ടനും ബീഫും ഒക്കെ അല്ലേ കഴിക്കണത്. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങളും ഇലച്ചെടികൾ, മുരിങ്ങയില, ചീര ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളിലൊക്കെ നമ്മളൊന്ന് പരീക്ഷണമൊക്കെ നടത്തി നോക്കിയാലോ. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ദിവസങ്ങളിൽ ഒന്ന് കറി വെച്ച് നമുക്ക് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ കറികൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ നല്ല ചേമ്പിലയാണ് എടുത്തേക്കണത് കേട്ടോ. അത് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കട്ടിയുള്ള ആ ഒരു തണ്ടെടുക്കാൻ പാടില്ല, ഇല മാത്രം എടുത്താൽ മതിയാകും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ എടുക്കണം. എന്നിട്ട് അതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇതിലൊക്കെ എന്ന് വെച്ചാൽ ചിലന്തി വലയൊക്കെ കൂട് കെട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇലയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കട്ടിയുള്ള ഈ ഒരു തണ്ട് വേണ്ട, നമുക്ക് കട്ടി കുറഞ്ഞ തണ്ട് മാത്രം മതിയാകും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതേപോലുള്ള മൂക്കാത്ത ഇലയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഇങ്ങനെ ഈ ചുരുണ്ടിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് നമ്മൾ അതിനകത്തിൽ പ്രാണികളോ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കണ്ട ഇതുപോലുള്ള കട്ടിയുള്ള നാര് നമുക്ക് വേണ്ട. അതിനെ കളഞ്ഞതിന് ശേഷം ഇലയെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചൊറിയൊന്നും ചെയ്യില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു തോരൻ കൊണ്ട് മാത്രം നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇക്കാക്കും മക്കൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഇതേപോലെ നൈസായിട്ട് ആ ഇലയെല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരുപാട് കൂട്ടുകാർ എൻ്റെ നേരത്തെയുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് വീഡിയോ എല്ലാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അത്. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ചേമ്പിലെല്ലാം അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനത് കയ്യിൽ ഒഴിച്ചപ്പോഴത്തേക്കിന് ഒരുപാടായിപ്പോയി. അങ്ങനെ പിന്നെ തിരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഞാനങ്ങ് തിരിച്ചൊഴിച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇലയുടെ എല്ലാ സൈഡിലും ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ പുരട്ടുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ അതിനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി, അല്പം ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കടുവൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുവൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമുളകെന്ന് പലരും പറയും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പരിപ്പ് വിട്ട് അതങ്ങനെ കറി വെക്കാറുണ്ട് ചിലരൊക്കെ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരൊറ്റ കറികളും വേണ്ട. നല്ല ടേസ്റ്റായിരുന്നു. 100% ഞാൻ ഉറപ്പ് തരികയാണത്. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അല്പനേരം ഒന്ന് 2 മിനിറ്റോളം ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി കിട്ടും. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളതൊന്ന് റെഡിയാക്കി എടുക്കാൻ. വേവാനൊന്നും അധികം താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതാ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ അതങ്ങ് വാടി കിട്ടിയത് കണ്ടോ. ആ ചേമ്പിലെല്ലാം നല്ല പോലെ അങ്ങ് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രം ആ ചേമ്പിലെല്ലാം ഒന്ന് സൈഡ് കൊണ്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, പിന്നെ അവസാനമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരപ്പിട്ട് കൊടുക്കുമ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം എന്താ, ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് അത് വെന്തൊക്കെ കിട്ടി. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, മറന്നു പോയത് കാരണമാണ്. അപ്പം നിങ്ങൾ അരപ്പിടുമ്പോൾ തന്നെ ഉപ്പിട്ടും കൂടെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.